രാവിലെ അനിമോൾ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. അനീഷാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആതിലെ രാവിലെ തൊട്ടേ ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. ആതിലെ വന്നിട്ടില്ല. പിന്നെ ഇടയ്ക്ക് വന്ന് വെള്ളം എന്തോ എടുത്തൊന്ന് വെച്ച് കൊടുത്തിട്ട് വീണ്ടും അങ്ങ് പോകും. അനിമോൾ അവിടെ നിന്നിട്ട് സാവുമാനെ വിളിക്കുന്നു. അപ്പോൾ ആതിലെ പറയുന്നത്, അനു ഒരു മിനിറ്റ് അനു. വീണ്ടും അനിമോൾ സാവുമാനെയാണ് വിളിക്കുന്നത്. അപ്പോഴും ആതിലെ പറയാ, ഒരു മിനിറ്റ് അനു. കിച്ചണിൽ ജോലി ചെയ്യേണ്ട 2 പേരാണ്. ഇവരാണ് കഴിഞ്ഞ ആഴ്ച അക്ബറിനെയും നിവിനെയും കുറ്റം പറഞ്ഞ ടീം. അവർ സമയത്തിന് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവരുടെ ടീമാണ് ഇപ്പോൾ ഇവരിൽ നിന്ന് സംസാരിക്കുകയാണ്. ഇത് ഷാനവാസിനെയാണ് പറയുന്നത് 2 പേരോട്. സാവുമാൻ പറയുന്ന ആടിനെ പട്ടിയാക്കുന്ന ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അത് തന്നെയാണ് നടക്കുന്നത്. നൂറേ അടുത്തിരിപ്പുണ്ട്. ആദിലയും സാവുമാനുമാണ് സംസാരിക്കുന്നത്. ആദില ഇരുന്നുകൊണ്ട് പറയാണ്, അയാൾ അന്നിങ്ങനെ വന്നപ്പോൾ സ്ത്രീ കാർഡ് എടുക്കുകയാണെന്നൊക്കെ ചോദിച്ചാണെന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്യൂ ആക്കുക. അപ്പോൾ പറഞ്ഞ അല്ലക്ക, ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ പേടിച്ച് പോയി, അതുകൊണ്ടാണെന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അന്നത് പുള്ളി അത് ഭയങ്കര ഇഷ്യൂ ആയിട്ടാണ് സംസാരിച്ചത്. ആടിനെ പട്ടിയാക്കുന്നതും പട്ടിയെ ആടാക്കുന്നതും പരിപാടിയാണ് ഈക്ക ചെയ്യുന്നതെന്ന്. അത് പുള്ളിയുടെ കഴിവായിരിക്കും. പക്ഷേ അത് പൊളിച്ചെടുക്കാൻ ആളുണ്ടെന്ന് അറിഞ്ഞ് കളിക്കും. ആൾക്കാർക്കത് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് കളിക്കാമെന്ന് അതിലൂടെ ഒരു ഗെയിം എന്താണെന്ന് വെച്ചാൽ കൂടെ നിൽക്കുന്നവരെ കുഴിയിൽ തള്ളുമെന്ന് പറയത്തില്ല. ആ ഒരു ഗെയിമാണ് അതിലെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും വൃത്തികെട്ട ഗെയിം. അതിലൂടെ ഗെയിം എടുത്ത് നോക്കിയാൽ അറിയാം. കൂടെ നിൽക്കുന്ന ഷാനവാസിനിട്ട് പണിയും, കൂടെ നിൽക്കുന്നതാണ് അനിമോൾക്കിട്ട് പണിയും. എന്നാൽ തിരിച്ച് പുറത്ത് ബാക്കി എത്രയോ പേരുണ്ട്, അവരാരും ഒന്നും പറയത്തില്ല. ഗെയിം കാണുമ്പോൾ മനസ്സിലാവും. ചില സമയങ്ങളിൽ 100 പോലും പൊളിച്ചെടുക്കുന്ന നമുക്ക് സംസാരിക്കും ആദില. അതാണ് ആദിലയുടെ ഒരു ഗെയിം എന്ന് പറയുന്നത്. അതാണ് കൂടെ നിൽക്കുന്നവരെയാണ് എടുക്കുന്നത്. 100 പറയുന്നത് ചെല്ല് കിച്ചണിലോട്ട് ചെല്ലെന്ന് പറയുന്നത്. അപ്പോൾ സാവുമാൻ പറഞ്ഞ് ആ ചെല്ലട്ടെ. ഇപ്പം തന്നെ അനിമോളുടെ മുഖം എടുത്ത് വെച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ അനിമോളുടെ മൂഡ് അത്ര ശരിയല്ലെന്ന് പറയുന്നത്. മൂഡ് ശരിയല്ല, മുഖവും ശരിയല്ലെന്ന് പറഞ്ഞ് സാവുമാൻ്റെ പിന്നാലെ ആദിലെ എഴുന്നേക്കുന്നു. അനിമോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉപ്പുമാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനീഷ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അനിമോൾ എടുത്തോട്ട് എന്നിട്ട് ചോദിക്കുന്നത്, ഇനി എന്താണ് അനു ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. അനിമോൾ ഒന്നും മിണ്ടുന്നില്ല. പിന്നെയും എടുത്ത് വെച്ച്, അനു എന്താ ഞാൻ ചെയ്യേണ്ടത്, ഇളക്കണമെന്ന് ചോദിക്കുന്നത്. വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ ചെയ്തോളാം, എനിക്ക് അനീഷേട്ടൻ ഹെൽപ്പ് ചെയ്ത്. പിന്നെ വിളിക്കുമ്പം വരില്ലല്ലോ, വിളിച്ചാൽ വരത്തില്ല. നീ എപ്പോഴാണ് വിളിച്ചത്, നീ ഇപ്പോഴല്ലേ വിളിച്ചത്, ഇപ്പോൾ വിളിച്ചോടനെ ഞാൻ വന്നില്ലേന്ന് പറയുന്നത്. ഇപ്പോഴാണോ വിളിച്ചത്, രാവിലെ ഞാൻ വിളിച്ചപ്പം ബ്ലാങ്കറ്റ് മൂടി പറിച്ച് കിടക്കല്ലായിരുന്നെന്ന് അനിമോൾ ചോദിക്കുന്നത്. നീ എന്താ അനു ഇങ്ങനെ പറയുന്നത്, ചെയ്തേ അങ്ങ് മറന്നുപോയോ, ഞാനല്ലേ നിനക്ക് വെള്ളമൊക്കെ മാറ്റി വെച്ച് തന്നത്, ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ലെന്ന് ആതിര പറയുന്നത്. സാവുമാൻ വന്നിട്ട് പറയുന്നത്, ഇന്ന് അനുവിൻ്റെ മൂഡ് ശരിയില്ല, അത് രാവിലെ തന്നെ ലവൻ വന്ന് മൂഡ് കളഞ്ഞെന്ന്. അപ്പോൾ ചോദിക്കുന്ന നിവിനാണോ എന്ന് ചോദിക്കുന്നത്. ആന്ന് പറയുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത്, അനിമോൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ, അനിമോൾ നല്ല മൂഡിലാണല്ലോ, ഞാൻ എത്ര നേരം ഇവിടെ നിൽക്കുന്നത്, അനിമോൾക്ക് നല്ല മൂഡിലാണല്ലോ അനിമോൾ നിൽക്കുന്നത്, ഒരു കുഴപ്പമില്ല അനിമോൾക്കെന്ന് അനീഷ് പറയും. അനിമോൾ നോർമലായിരുന്നു, ഒരു പ്രശ്നവുമില്ല, അങ്ങനെ അനിമോൾക്ക് ഒരു മൂഡ് ചേഞ്ച് ആയതായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുന്നു. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.